ഞങ്ങളെ ശ്രമിക്കുന്ന വാളക്കുഴി ദേശനിവാസികൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങളെ അറിയിക്കുകയാണ്, വന്ദനത്തെ അറിയിക്കുകയാണ്. ആമുഖമായി പരിചയപ്പെടുത്തിയതുപോലെ കുണ്ട്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാൽവറി ഫെയ്ത്ത് ഗോസ്പൽ ടീം 1981 എന്റെ പിതാവിനാൽ സ്ഥാപിതമായ ഈ ടീം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷവുമായി കടന്നുപോകുവാനിടയായി. നിരവധി ക്രൈസ്തവ പ്രഭാഷണങ്ങൾക്ക് കാതോർത്തിട്ടുള്ള ക്രൈസ്തവ ചരിത്രമുറങ്ങുന്ന ഈ വാളക്കുഴിയുടെ മണ്ണിൽ എനിക്കും യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ അവസരം വളരെ ഭാഗ്യമുള്ള പദവിയായി കണ്ടുകൊണ്ട് ലഭ്യമായ സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കടന്നു വന്ന യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്കറിയാം, മാനവ സമൂഹം, പ്രത്യേകിച്ച് മലയാളക്കരയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ തിരക്കേറിയ ജീവിതത്തിലാണ് ആയിരിക്കുന്നത്. ഒരു നിമിഷം പോലും വൃഥാ കളയാതെ അധ്വാനശീലരായ ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് നമുക്കുള്ളത്. എന്നാൽ ഈ അധ്വാനിക്കുന്നതൊന്നും അവരുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വണ്ണം ആ നിലവാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തിടുക്കമാർന്ന ജീവിതയാത്രകളിൽ അല്പനിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അനവധി പ്രഭാഷണങ്ങൾക്ക് കാതോർത്തിട്ടുള്ളവരാണ് വാളക്കുഴിയിലുള്ള എന്റെ പ്രിയമാന്യ ശ്രോതാക്കൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പ്രഭാഷണത്തിന്റെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നു? നമ്മുടെ നാട് പ്രബുദ്ധമാണ്. നമ്മുടെ നാട് ഓരോ ദിവസവും വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയാതെ തന്നെ എന്റെ മാന്യ ശ്രോതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ച ജീവിത നിലവാരമല്ല ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 വർഷം പിന്നോട്ട് നമ്മൾ ഇറങ്ങി ചിന്തിച്ചാൽ ഈ 30 വർഷത്തിനകത്ത് എത്രമാത്രം മാറ്റമാണ് നമ്മുടെ നാടിന് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു കൂട്ടം പിതാക്കന്മാർ ഈ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ ബാല്യകാലങ്ങളെ വെച്ച് ഒരു പഠനം നടത്തിയാൽ, ഒരു താരതമ്യ പഠനം നടത്തിയാൽ ബാല്യകാലത്തെ ജീവിത നിലവാരമല്ല ഇന്നത്തെ തലമുറ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പിൻഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ നമ്മുടെ വാർത്താവിനിമയ മേഖല നാം പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ തലമുറ നമ്മുടെ ഹൃദയത്തിലെ ഒരു ആശയം നമ്മുടെ ബന്ധുവിനെ അറിയിക്കണമെങ്കിൽ ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള പോസ്റ്റ് ഓഫീസുകളെ നമ്മൾ അധികം ചൊല്ലുമായിരുന്നു. അവിടെ പോയി കാർഡോ ഇല്ലന്റോ വാങ്ങിക്കൊണ്ട് വന്ന് അതിനകത്ത് നമ്മുടെ ആശയങ്ങളെ എഴുതി അവരന്റെ അഡ്രസ് എവിടെയാണോ ലഭിക്കേണ്ടുന്നത് ആ അഡ്രസ് എഴുതി പോസ്റ്റൽ ബോക്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ 3 അധികമോ ദിവസം കാത്തിരുന്നെങ്കിലേ ആ ലെറ്റർ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയുടെ അഡ്രസ്സിൽ ലഭിക്കുകയുള്ളൂ. അദ്ദേഹം അതിന്റെ മറുപടി അയച്ച് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കരത്തിൽ അതിന്റെ മറുപടി ലഭിക്കണമെങ്കിൽ വീണ്ടും അത്രയും തന്നെ ദിവസങ്ങൾ കാത്തിരിക്കണമായിരുന്നു. അർത്ഥാൽ നമ്മുടെ ഹൃദയത്തിലെ ആശയത്തെ അവരനെ അറിയിച്ച് അതിന്റെ മറുപടി നമ്മുടെ കരത്തിൽ ലഭിക്കാൻ ഏകദേശം ഒരാഴ്ചയിലധികം സമയം നമുക്ക് വേണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, എന്റെ കരത്തിലിരിക്കുന്ന ഇതുപോലെയുള്ള ഫോണുകൾ ഉപയോഗിക്കാത്ത ആരുമില്ല. എന്തിനേറെ ഇത് നേരെ ചൊവ്വ ഉപയോഗിക്കാൻ അറിയാത്ത നമ്മുടെ അമ്മച്ചിമാരുടെ കയ്യിലും മൊബൈൽ ഇരിപ്പുണ്ട്. അവർക്ക് ഇതിന്റെ ലോക്ക് അഴിക്കുന്ന എങ്ങനെയാണ്, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ അവരത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ലോകം അവരെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. മക്കളെടുത്തില്ല, അവർ വിദേശങ്ങളിലാണ്. അവർക്ക് അമ്മയുടെ മുഖം ഒന്ന് കാണണമെങ്കിൽ, പിതാവിന്റെ വിശേഷം ഒന്ന് അറിയണമെങ്കിൽ ഇത് അമ്മ അറിഞ്ഞെങ്കിലേ, അമ്മയെ പഠിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറയാൻ കഴിയത്തില്ല. മാതാപിതാക്കൾ ഇത് പഠിക്കാൻ നിർബന്ധിതരാകുകയാണ്. അവർ ജനിച്ചു വളർന്നു വന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെയെക്കുറിച്ച് ഒരറിവ് പോലും ഇല്ലായിരുന്നു. ഈ കരത്തിലിരിക്കുന്ന ഫോണ് കൊണ്ട് എന്റെ ഹൃദയത്തിലെ ആശയം ഒരു നിമിഷം കൊണ്ട് ലോകത്തിന്റെ എവിടെയുമുള്ള ജനതയെ അറിയിക്കുവാൻ, ഒരു സെക്കൻഡ് കൊണ്ട് ലോക ജനതയെ മുഴുവനും അറിയത്തക്ക നിലയിൽ നമ്മുടെ വിവരത്തിന്റെ വാർത്താവിനിമയ മേഖല വികാസം പ്രാപിക്കുവാനിടയായി തീർന്നു. ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യവും നമുക്ക് നമ്മുടെ മുറിക്കകത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുമായിരുന്നു, എന്തിന് സന്ധ്യയാകുമ്പോൾ നീ വീട്ടിൽ വരണം, വീട് വിട്ടു പോകരുത്. വീട് വിട്ടു പോകാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല സാക്ഷ്യമായിരുന്നു അല്ലേ? നമ്മുടെ ആളുകൾ പറയുമായിരുന്നു, അവൻ വീടിന് പുറത്തിറങ്ങത്തില്ല, നല്ല ചെറുക്കനാണ്, മറ്റു കൂട്ടുകെട്ടുകളൊന്നുമില്ല, അവൻ വീടിന് പുറത്തു പോകത്തില്ലെന്ന് പറയുമ്പോൾ
തന്നെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് വീടിന് പുറത്തു പോകാത്തവനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഭയമാണ്. കാരണം അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്തുകൂടെ അവൻ ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അവൻ എവിടെയൊക്കെയാണ് പോകുന്നത്, അവന്റെ സിരകൾ എവിടേക്കാണ് ഉടക്കുന്നത്, അവന്റെ ബുദ്ധിയിൽ എന്തൊക്കെയാണ് അന്വേഷണത്തിലൂടെ വന്നെത്തുന്നതും അവന്റെ ചിന്തകൾക്ക് എങ്ങനെയൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നതുമെന്നും അറിയാതെ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്തിരിക്കുന്ന തലമുറയെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അർത്ഥാൽ നമ്മുടെ വിവര സാങ്കേതിക മേഖല വികാസം പ്രാപിപ്പാനിടയായി തീർന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചില്ലേ? ഇതിനു മുമ്പ് നമ്മൾ താമസിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഓലമേഞ്ഞ വീടുകളിലല്ലേ നമ്മുടെ പിതാക്കന്മാർ താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ ചുറ്റുപാടുകൾ തന്നെ ഓടിട്ട പോലും ഒരു കെട്ടിടം കാണാൻ നമുക്ക് വളരെ പ്രയാസമാണ്. എല്ലാം ടെറസ് കെട്ടിടങ്ങൾ മാറി. അപ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇവിടുത്തെ വാർത്താവിനിമയ മേഖലകൾക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. ഇതൊക്കെ ഈ തലമുറകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമാണോ ആഹാര വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നു? പഴങ്ങഞ്ഞിയും കപ്പയും കൊണ്ട് ജീവിച്ച പിതാക്കന്മാരുടെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നവർക്ക് ബർഗറും സാൻഡ്വിച്ചും അതുപോലെയുള്ള കുഴിമന്തിയൊക്കെ പറയുന്ന ആഹാരമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ആ നിലവാരത്തിലേക്ക് ഇവിടുത്തെ ആഹാരത്തിന്റെ നിലവാരം മാറ്റം വന്ന് സംഭവിക്കാനിടയായി തീർന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, നാം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ മാറ്റം വരാത്ത ഒരു കാര്യമില്ല. മനുഷ്യന്റെ ജീവിതത്തിന് സമസ്തമായ ഒരു മാറ്റം സംഭവിക്കാനിടയായി തീർന്നു. ഇതെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആന എന്താണോ കഴിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും ആന കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തെങ്ങിന്റെ ഓലയോ പനയുടെ ഓലയോ കഴിച്ചുകൊണ്ടിരുന്ന ആന ഇപ്പോൾ മനുഷ്യന് മാറ്റം വരുത്തിയല്ലോ. മനുഷ്യൻ ഇത്ര ആഹാര വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ലോകത്തിലെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ഞാന് ഒരു മാറ്റവും വരുത്താതിരിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞു ഒരാനയും തെങ്ങിന്റെ ഓല മാറ്റിയിട്ട് ഇന്ന് എനിക്ക് ബർഗർ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പാന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ആന എന്താണോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിച്ചോണ്ടിരിക്കുന്നത് അത് തന്നെ ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നത്. പക്ഷികൾ മരത്തിന്റെ ചില്ലകളിൽ കൂട് കിട്ടുമായിരുന്നു. ഇന്നും പക്ഷികൾ അവിടെ തന്നെയാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷികൾക്കും മാറ്റമുണ്ടായിട്ടില്ല. മനുഷ്യന് മാത്രമാണ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ മാത്രമാണ്. എങ്ങനെ മനുഷ്യന് മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്നു? ദൈവം അവന് കൊടുത്ത ബുദ്ധിശക്തി അവൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഭൂലോകത്തെ വിരൽത്തുമ്പിൽ കൊണ്ടുവരുവാൻ മനുഷ്യന് കഴിഞ്ഞു. അതെ, ഭൂലോകത്തെ മനുഷ്യന് വിരൽത്തുമ്പിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. കയ്യിലിരിക്കുന്ന ഫോണിൽ നമ്മുടെ വിരലുകൾ ചലിപ്പിച്ചാൽ എവിടേക്ക് പോകണം? നമ്മുടെ ഹൃദയത്തിലെ ആശയങ്ങൾ, ഫുട്ബോൾ കാണണോ, ക്രിക്കറ്റ് കാണണോ, സിനിമ കാണണോ, അല്ല മറ്റേതെങ്കിലും വാർത്തകളും ആ മേഖലകളും കാണണോ? അവന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്തകളെ അവന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയത്തക്ക നിലയിൽ മനുഷ്യന്റെ മസ്തിഷ്കം വികാസം പ്രാപിപ്പാനിടയായി തീർന്നു. മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകാനിടയായി തീർന്നു. ജീവിത ശൈലിക്ക് മാറ്റമുണ്ടാകാനിടയായി. നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ പറയും നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ആ ചെറിയ ഗ്രാമവും പുരോഗതിയിലേക്ക് വന്നു. എന്താണ് പുരോഗതിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ, ഞങ്ങളുടെ ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായി. അതുകൊണ്ട് ഞങ്ങളുടെ നാട് പുരോഗമിച്ചു എന്ന് ആ മനുഷ്യൻ പറയാനിടയായി. ഞാൻ അല്പം ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് നാടിന്റെ പുരോഗതിയല്ല കാണിക്കുന്നത്, അത് നാടിന്റെ അധപ്പതനമാണ് കാണിക്കുന്നത്. കാരണം ഉള്ള പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഉള്ള പോലീസ് കൊണ്ട് മനുഷ്യന്റെ പ്രശ്നത്തിന് നിവാരണം വരുത്താൻ കഴിയാതെ വന്നപ്പോൾ, ഇവിടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഏറി വന്നപ്പോൾ, ഇവിടെ കുടുംബ പ്രശ്നങ്ങൾ ഏറി വന്നപ്പോൾ, മനുഷ്യന് ഉള്ള പോലീസ് സ്റ്റേഷനിലുള്ള അധികാരികൾക്ക് കാര്യങ്ങൾ വിനിയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചു, എന്നാൽ ആ പ്രശ്നം കൂടെ പരിഹരിക്കപ്പെടണമല്ലോ, അതുകൊണ്ട് കേസുകൾ ഇങ്ങനെ കെട്ടുകെട്ടായി കിടക്കാതെ പരിഹരിക്കപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് നാടിന്റെ പുരോഗതിയല്ല, നാടിന്റെ അധപ്പതനമാണ്. ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. ഹോസ്പിറ്റലുകൾ വരുന്നത് നമ്മുടെ നാടിന്റെ പുരോഗതിയാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഹോസ്പിറ്റൽ വരുന്നത് നമ്മുടെ നാടിന്റെ അധപ്പതനമാണ്. കാരണം ഉള്ള ഹോസ്പിറ്റലിൽ രോഗികളെ ചികിത്സിച്ചിട്ട് അവിടെ ബെഡ് തികയുന്നില്ല. അവിടെ കോടി ചെല്ലുമ്പോൾ പറയുന്നു ഇവിടെ ഫുള്ളാണ്, ഇവിടെ കിടക്ക ഫുള്ളാണ്, ഇവിടെ ICU കിട്ടാനില്ല, ഇവിടെ ഫുള്ളാണ് എന്ന് മനസ്സിലാകുമ്പോൾ പണമുള്ളവൻ കെട്ടിടം പണിതിട്ട് അവിടേക്ക് ഡോക്ടർമാരെ ആക്കുന്നു, നഴ്സുമാരെ ആക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ പഠിച്ചിട്ട് നിൽക്കുന്ന
പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലി ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്, ഇല്ലേ? ലക്ഷങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ട് അവർ വീട്ടിലിരിക്കുന്നത് ശരിയല്ലല്ലോ, അവർക്കൊരു ജോലി കിട്ടുന്നത് ശരിയാണ്, നമുക്ക് സന്തോഷമാണ്. പക്ഷേ അതിന്റെ മറുഭാഗം ചിന്തിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട് മാറ്റങ്ങൾക്ക് നിദാനമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? മനുഷ്യൻ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധപ്പതനത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നിങ്ങൾ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവിടെ ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ നിയമപാലകർ വരുന്നു, അവർ FIR തയ്യാറാക്കുന്നു. നമ്മൾ ആ FIRന്റെ കോപ്പി എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ അവർ റിപ്പോർട്ട് എഴുതുമ്പോൾ 1-2 പദങ്ങൾ അർത്ഥം ഒന്നാണെങ്കിലും പദത്തിന് വ്യത്യാസമുണ്ടായിരിക്കും. ആ FIR അവർ കൊടുത്തിരിക്കുന്ന 1-2 പ്രത്യേക പദങ്ങളുണ്ട്. എന്തായിരിക്കും? ആക്സിഡന്റ് പറ്റിയെന്നിരിക്കട്ടെ, റോങ് സൈഡിൽ വന്ന വണ്ടിയിൽ വളരെ ശ്രദ്ധയോടുകൂടെ പോയ മനുഷ്യനാണ്, പക്ഷെ റോങ് സൈഡ് കയറി വന്ന് ആ മനുഷ്യനെ ഇടിച്ചു വീഴ്ത്തി. എന്തുകൊണ്ട് ഇങ്ങനെ വാഹനം ഓടിച്ചു എന്ന് നിലയിൽ ആ വണ്ടി ഓടിച്ച, അപകടകരമായ നിലയിൽ വണ്ടി ഓടിച്ച ആ വ്യക്തിയെ കൊണ്ടുപോയി പരിശോധന നടത്തുമ്പോഴാണ് റിപ്പോർട്ട് വരുന്നത് ആള് ലഹരിക്കടിമയായിരുന്നു. കത്തിക്കുത്തുണ്ടായി. കാരണം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെയും വൈദ്യ പരിശോധന നടത്തുമ്പോൾ പോലീസ് എഴുതുന്നത് കൃത്യനിർവഹണ സമയത്ത് പ്രതി ലഹരിക്കടിമയായിരുന്നു. നമ്മുടെ നാടിന്റെ അധപ്പതനം എന്ന് പറയുന്നത് ലഹരിയുടെ അതിപ്രസരമാണ്. ഞങ്ങളെ ഇതുപോലെയുള്ള പ്രഭാഷണത്തിന്, കണ്ടക്ഷോഭത്തിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം അത് തന്നെയാണ് പ്രിയമുള്ളവരെ. ഞങ്ങൾക്ക് ജോലിയില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഞാനൊരു ഫുൾ ടൈം പാസ്റ്ററാണ്. എനിക്ക് പാസ്റ്ററുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്റെ സഭയുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതുപോലെ പകലന്തിയോളം വെയിൽ കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ ഓരോരോ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അവർ ആ തൊഴിലൊക്കെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ കിട്ടുന്ന തൊഴിലിന്റെ വേതനങ്ങളെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം കണക്കാക്കി ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രഭാഷണമാണ്. ഈ വാളക്കുഴിയുടെ വിവിധ ഭാഗങ്ങളിൽ നട്ടുച്ചയ്ക്ക് വെയിലിന്റെ ആ അത്യുഷ്ണം സഹിക്കാൻ വഹിയാതെ ആയിരുന്നിട്ടും ഞങ്ങളത് വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രഭാഷണം നടത്തുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ നാട് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ഈ ദിനങ്ങളിലെ പത്രത്താളുകൾ നിങ്ങൾ പരിശോധിക്കുക. അധ്യാപകനോട് പോലും ഭീഷണിയുടെ, കൊലയുടെ ഭീഷണി മുഴക്കുന്ന വിദ്യാർത്ഥിയെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണുവാനിടയായി തീർന്നു. അധ്യാപകർ ബഹുമാനത്തോടുകൂടെ പിതൃതുല്യം ബഹുമാനിക്കപ്പെടേണ്ടെന്ന് അധ്യാപകർ അത് മറന്നിട്ട്, അവരുടേതായ ബഹുമാനത്തിന്റെ ആ നിലവാരം മറന്നിട്ട് അവർ മൃഗത്തെക്കാൾ അധപ്പതിച്ച വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പാർക്കുന്ന കൊട്ടാരക്കരയിൽ അവിടെ ഒരു ഹൗസ് സർജനെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ ഒരു മനുഷ്യൻ കുത്തിക്കൊല്ലുവാനിടയായി തീർന്നു. ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരു മനുഷ്യനെ ചികിത്സിക്കുവാൻ വേണ്ടി ഡ്യൂട്ടിയിലായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ രാത്രിയിൽ ആ സഹോദരന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് തന്റെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ നേഴ്സുമായിട്ട് അടുത്ത് ചെന്ന് ആ ഡോക്ടർ, ഒരു ചെറുപ്പക്കാരിയായ ഏകമകളായിരിക്കുന്ന ആ പെൺകുട്ടി, ആ ഡോക്ടർ ആദ്യമായി പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയതാ. താൻ ആ സഹോദരി ഡോക്ടർ ആ സഹോദരന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് തന്നെ ചികിത്സിക്കുവാനായിട്ട് ചെന്നപ്പോൾ ആ ലഹരിക്കടിമയായിരുന്ന ആ മനുഷ്യൻ ആ സഹോദരനെ കുത്തിവീഴ്ത്തുവാനിടയായി തീർന്നു. ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ പേര്, ഡോക്ടറുടെ പേര് വന്ദനയെന്നാണ്. അന്വേഷിച്ചപ്പോൾ ലഹരിക്ക് അടിമയായി തീർന്ന ഈ മനുഷ്യന്റെ പിൻകാല ചരിത്രങ്ങളും തന്റെ ഔദ്യോഗിക മേഖലകളും പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനാണ്. നോക്കേ, മാതാപിതാക്കൾ ബഹുമാനത്തോടുകൂടെ തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആ ബഹുമാനത്തോടുകൂടെ വളരെ ആദരവോടുകൂടെ കാണേണ്ടുന്ന അധ്യാപകൻ ഒരു കൊലയാളിയായി മാറാനിടയായി തീർന്നു. തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന, തന്റെ സ്ഥാനത്തെ കുറിച്ച് തിരിച്ചറിയാത്ത അധ്യാപക വൃന്ദങ്ങളെ വാർത്തെടുക്കുന്നത്, ഇവിടെ കൊലയാളിയെ സൃഷ്ടിക്കുന്നത് ലഹരി എന്ന വില്ലനാണ്. ലഹരി എന്ന വില്ലനാണ് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ തെറ്റാവർത്തിക്കുവാൻ, അവനെ നരാധവനാക്കി മാറ്റുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ഞങ്ങൾ ചില സഹോദരങ്ങളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് ഞങ്ങൾ പറയും, ചേട്ടാ കുടിക്കല്ലേ, നമ്മുടെ ജീവിതം തകർക്കുന്നതാണ്, മദ്യപിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവര് വളരെ ന്യായവാദം മുഴക്കി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയത്തില്ല എന്റെ ജീവിത പശ്ചാത്തലം. അല്പ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത്. അല്പം ലഹരി എന്ന് കഴിയുമ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് എനിക്ക് സമാധാനം കിട്ടും, അതിനുവേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ന്യായവാദം പറയുമ്പോൾ പിന്നെ നമ്മൾക്ക് തിരിച്ചു മറുപടിയില്ല. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, കയ്യിലിരിക്കുന്ന പണം കൊണ്ട്
സമാധാനത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ സമാധാനം മറ്റുള്ളവർക്ക് അസമാധാനമായി മാറുകയല്ലേ? അതെ, മറ്റുള്ളവർക്ക് സമാധാനമായി മാറുകയല്ലേ? അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഞാൻ പാർക്കുന്നത് കുണ്ടറയിൽ എഴുകോൺ സ്റ്റേഷന്റെ പരിധിയിലാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതകം നടന്നു. രാവിലെ വീട്ടിൽ നിന്ന് പോയ ഒരു സഹോദരൻ വളരെ കഷ്ടപ്പെട്ട് പണി ചെയ്ത് കൂലിപ്പണി ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കൂട്ടുകാരൊത്ത് അല്പം മദ്യം സേവിപ്പാനിടയായി. മദ്യവെച്ചിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്ന ആ മനുഷ്യൻ വാതിൽക്കൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചിട്ട് വ്യക്തമായ മറുപടി തനിക്ക് ലഭിക്കാത്തത് കൊണ്ട് മദ്യത്തിന്റെ ആസക്തിയിൽ കോപാകുലനായ മനുഷ്യൻ പെരക്കകത്തേക്ക് കയറി ചെന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വിറക് കീറാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന് കോടാലി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെങ്കിൽ അത് തന്നെയായിരിക്കും പറയുന്നത്. ആ കോടാലി കണ്ണിൽപ്പെട്ട് താൻ ആ കോടാലി എടുത്ത് ആ സഹോദരി കഴുത്തിൽ വെട്ടി. കോടാലി എടുത്ത് ആ സഹോദരത്തിൽ വെട്ടി. ആ ശരീരം താഴെ പിടച്ചു വീണു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുവാനിടയായി. മദ്യത്തിന്റെ ആസക്തിയിലായ മനുഷ്യൻ നേരെ എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു കൊലയാളി, എന്റെ ഭാര്യയെ ഞാൻ കൊന്നു എന്ന് താന് ഒരു സങ്കോചവും പോലീസിനോട് പറഞ്ഞു. കൊലയാളി ഇങ്ങനെ പറയുകയോ പോലീസിന് അതിശയം തോന്നി. എന്നിട്ടും താൻ പറഞ്ഞ ആ വഴി അനുസരിച്ച് അഡ്രസ്സിൻ പ്രകാരം അവിടെ ചെന്നപ്പോൾ നാട്ടുകാരൊക്കെ അല്പമായി ഓടിയെടുക്കുന്നുണ്ട്. കയറി ചെന്നപ്പോൾ ശരിയായ കാര്യമാണ്, ആ മനുഷ്യൻ കൊല ചെയ്തിട്ടുണ്ട്. ഒരാള് ചോരയിൽ കുളിച്ച് അവിടെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം കാണുവാനിടയായി. ഈ മനുഷ്യനെ വിലങ്ങുവെച്ച് എഴുകോൺ പോലീസ് സ്റ്റേഷനകത്തെ ചെറിയ ലോക്കപ്പിനകത്തിട്ടിരിക്കുമ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ലഹരി കെട്ടുപോയി. ലഹരിയിൽ നിന്ന് താൻ വിമുക്തനായി ആ നല്ല സ്വഭാവത്തിലേക്ക്, ശരിയായ ഉന്നത സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ ഒരു മനസ്സിലാക്കി, ജീവിതത്തിൽ ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു തെറ്റ് താൻ ചെയ്തു എന്ന് താൻ മനസ്സിലായിട്ട് അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. അയ്യോ, ഞാനൊരു കൊലയാളിയായി പോയല്ലോ, എന്റെ ഭാര്യയാണല്ലോ ഞാൻ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നിലവിളിക്കുന്ന വാർത്ത മനോരമ മുതൽ ആദ്യമായ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാനിവിടെ പറയുന്നത്. നോക്കേ, സമാധാനത്തിന് വേണ്ടി തുടങ്ങി എന്ന് പറയുന്ന, ന്യായവാദം പറയുന്ന എന്റെ മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിന്റെ സമാധാനം നിന്റെ ഭവനത്തിന്റെ അസമാധാനത്തിന് കാരണമായില്ലേ? ഇതൊരനുഭവം മാത്രമാണ്. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സമാധാനത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഈ ലഹരിയുടെ ഉപയോഗം നമ്മെ അസമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ അസമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് സ്വന്തം ജനിപ്പിച്ച പിതാവിന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് സ്വന്തം സഹോദരനോടുകൂടി നിർത്തിയിട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇവരൊക്കെ ലഹരിക്ക് അടിമയാണെങ്കിൽ ഇവിടെ മൃഗത്തെക്കാൾ അതപ്പതിച്ച സ്വഭാവമാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളക്കരയ്ക്ക് മറന്നുപോകാൻ കഴിയാത്ത ഒരു എഴുത്തുകാരനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ നമുക്ക് വളരെ ആവേശം കൊണ്ടിട്ടുള്ള ലേഖനങ്ങളാണ്. അദ്ദേഹം ഇന്ന് ഓർമ്മ മാത്രമാണ്. സുകുമാർ അഴീക്കോട് എന്നാണ് ആ മനുഷ്യന്റെ പേര്. അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും എനിക്ക് വായിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. സുകുമാർ അഴീക്കോട് ഒരിക്കൽ ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ നമ്മുടെ നാടിന്റെ അധപ്പതനത്തെ കുറിച്ച് താൻ എഴുതി വന്നപ്പോൾ ഇങ്ങനെ എഴുതി, മനുഷ്യനെ മൃഗമെന്ന് വിളിച്ചാൽ മൃഗങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ മൃഗങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കുമായിരുന്നു. എന്താണ് കേസ്? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. മനുഷ്യനെ മൃഗമെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹം അതിന്റെ വിശദീകരണം പിന്നത്തേതിൽ ആ ലേഖനത്തിൽ നൽകുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന, മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് മനനം ചെയ്യാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന, ലോകത്തെ വിരൽത്തുമ്പിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൃഗങ്ങൾ മനുഷ്യനെന്ന പേരിനെ അറപ്പോടുകൂടെയാണ് കാണുന്നത്. അവരുടെ മൃഗം എന്ന പേരിനേക്കാൾ ഏറ്റവും താഴേക്കിടയിലാണ് മനുഷ്യൻ എന്ന പേരിനെ അവർ കാണുന്നത് എന്ന് സുകുമാർ അഴീക്കോട് തന്റെ ലേഖനത്തിൽ എഴുതുവാനിടയായി തീർന്നു. അത് അങ്ങനെ തന്നെ അക്കമിട്ട് അടിവരയിട്ട് ഉറപ്പിക്കത്തക്ക നിലയിലല്ലേ മാനവ സമൂഹത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള, അപ്പോൾ ജീവിതത്തിൽ സമാധാനം നേടാൻ വേണ്ടി മനുഷ്യൻ മദ്യത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ കണ്ടെത്തിയ മാർഗങ്ങൾ പരാജയമായി മാറുകയാണ്. ഇവിടെ പരാജയം സൃഷ്ടിക്കുക മാത്രമല്ല, കൊലയാളികളെ സൃഷ്ടിക്കുകയാണ്. ഇവിടെ ജയിലുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ
കൊല്ലം ജില്ലാ ജയിലിൽ, കൊട്ടാരക്കര സബ് ജയിലിൽ ഇടയ്ക്കൊക്കെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്നയാളാണ്. കൊല്ലം ജില്ലാ ജയിലിൽ ഒരിക്കൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ട് അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞയാണ്, ഒരു ചെറിയ കത്തിക്കുത്ത്, അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞത് പരിണതഫലം, ചെറിയ കത്തിക്കുത്തല്ലേ പരിണതഫലം എന്താണ്? അവനങ്ങ് മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, നീ എന്നാലും ഇച്ചിരി വലുതായിട്ട് കുത്തിയിരുന്നെങ്കിലോ? വളരെ ലഘുവായിട്ടാണ് പറഞ്ഞത്, ചെറിയൊരു കത്തിക്കുത്തിന്റെ പേരിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആരെയാണ് നീ കുത്തിയതെന്ന് ഇവിടെ പറഞ്ഞത്? സ്വന്തം അനുജനെ. നോക്കേ, പിതാവ് കഴിഞ്ഞാൽ ചേർത്ത് നിർത്തി അനുജന്റെ വേദന കൂടെ നിൽക്കേണ്ടുന്നവൻ, അനുജന്റെ കണ്ണ് നിറഞ്ഞ ആ കണ്ണുനീരൊപ്പേണ്ടുന്നവൻ, അവന് വിശന്നാൽ അവൻ ആഹാരം കണ്ടെത്തി കൊടുക്കേണ്ടുന്ന, പിതാവിന് തുല്യമായി നിൽക്കേണ്ടുന്ന ജ്യേഷ്ഠ സഹോദരൻ തന്നെ അവന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ മലയാളക്കര എത്രമാത്രം അധപ്പതിച്ചു എന്ന് നാം ചിന്തിക്കണം. ഇതിലെ എല്ലാം കാരണം എന്താണ്? മനുഷ്യൻ തെറ്റിലേക്ക് പോകുകയാണ്. കുടിക്കരുത് എന്ന ചിന്തയും മനുഷ്യനും ഉണ്ട്, എന്നാൽ കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. പലരും ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്, കുടിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ അറിയാതെ കുടിച്ചു പോകും. എങ്ങനെ എനിക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നാം നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മെ ആരോ നിയന്ത്രിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ശരിയായതിലേക്ക് വരുവാൻ കഴിയാതെ നമ്മെ തെറ്റിലേക്ക് നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ തെറ്റിനൊരു ശക്തിയുണ്ട്. ആ തെറ്റിന്റെ ശക്തിക്ക് എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നതാണ് പാപമെന്ന യാഥാർത്ഥ്യം. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് അവന്റെ ഉള്ളിലെ പാപത്തിന്റെ അംശമാണ്. ഈ പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമായെങ്കിൽ മാത്രമേ അവന്റെ തെറ്റിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിപ്പാനിടയാകുകയുള്ളൂ. എങ്ങനെ മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും? ഇവിടെ കഷണ്ടിക്ക് മരുന്നുണ്ട്. ഇവിടെ അതുപോലെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ ആ അവയവം മാറ്റിവെക്കത്തക്ക നിലയിൽ ഇവിടെ എല്ലാ സയൻസുകളും അതിന്റെ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്നാൽ പാപത്തെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും മാറ്റുവാൻ ഇവിടെ ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു സയൻസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ സ്വതന്ത്രമാകാനിടയായി തീരും? നാം ആഗ്രഹിക്കാത്ത തെറ്റ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത് പാപമെന്ന വസ്തുതയാണ്. ആ പാപത്തിന്റെ പിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വതന്ത്രമാകുവാൻ കഴിയും? എങ്ങനെ സ്വതന്ത്രമാകുവാൻ കഴിയും? ഒരു പ്രഭാഷകന്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയുകയാണ്, പാപം കായ്ക്കുന്നത് ഒരു വൃക്ഷമായിരുന്നെങ്കിൽ നല്ലൊരു മരമുറിപ്പുകാരനെ കൊണ്ടുവന്ന് ആ വൃക്ഷം മുറിച്ചു മാറ്റി തീയിട്ട് ചുട്ടുകളഞ്ഞാൽ പിന്നെ പാപത്തിന്റെ ഫലം കായ്ക്കത്തില്ല, നമ്മുടെ നാട് രക്ഷപ്പെടും. അതല്ല, പാപം ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിനോട് പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചാൽ, തുറങ്കലിൽ അടച്ചാൽ പിന്നെ പാപത്തിന്റെ ഫലം ഈ ലോകത്ത് നടമാടുകയില്ല. എന്നാൽ പാപം ഒരു വൃക്ഷമല്ല, പാപം ഒരു വ്യക്തിയല്ല. പിന്നെ പാപം എന്താണ്? പാപം ഒരു ശക്തിയാണ്, തിന്മയുടെ ശക്തിയാണ് പാപം. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഇതേ കാര്യമല്ലേ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്നത്? എന്റെ മാന്യ ശ്രോതാക്കൾക്ക് പറയാൻ കഴിയുന്ന അതേ കാര്യമല്ലേ? ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. ഭാര്യ അടിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മദ്യത്തിന് അടിമയായി തീരുമ്പോൾ ഞാൻ അടിച്ചു പോകുക. ഇനി മദ്യത്തിന് അടിമയായില്ലെങ്കിൽ പോലും അടിച്ചു പോകുകയാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ മാതൃകയോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മാതൃകയോട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, തിന്മയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ കൂടെ വസിക്കുന്ന പാപമാണതിന് കാരണം. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ സ്വതന്ത്രമാകും? പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ സ്വതന്ത്രമാകുവാൻ കഴിയും? ആർക്ക് പാപത്തിൽ നിന്ന് മനുഷ്യനെ നേരെയാക്കാൻ കഴിയും? ഇവിടെ നല്ല നല്ല ആശയങ്ങൾ നൽകുന്ന നവോത്ഥാന നേതാക്കന്മാരുണ്ട്. അവരുടെ പുസ്തകങ്ങളുടെ വായനയും ആശയങ്ങളുമാണ് നമ്മുടെ നാടിനെ ഇത്രത്തോളം വളർത്തുവാനിടയായി തീർന്നത്. പക്ഷേ എല്ലാ മനുഷ്യരും പാപത്തിന് അടിമയായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പാപത്തിന്റെ പിടിയിൽ മനുഷ്യന് സ്വതന്ത്രമാകാൻ എങ്ങനെ കഴിയും? പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമാകണമെങ്കിൽ പാപത്തെ ജയിച്ച വ്യക്തിക്ക് മാത്രമേ പാപത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. ഒരു എഴുത്തുകാരൻ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ, ചില ഡോട്ടുകൾ ഇട്ടിട്ട് അദ്ദേഹം തന്നെ മറുപടി എഴുതി, മാന്യന്മാർ സൂക്ഷിക്കണം. അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ മാന്യന്മാർ സൂക്ഷിക്കണം. എന്താണ് അതിന്റെ?
പകലന്തി നല്ലത് മാത്രം പറഞ്ഞ് ആളുകളുടെ നല്ലത് ചമഞ്ഞ ആളുകൾ രാത്രിയുടെ മറവിലാണ് അറിയത്തില്ല. അതുകൊണ്ട് മാന്യന്മാർ സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഇവിടെ എല്ലാവരും പാപികളാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ, പാപത്തെ ജയിച്ചവനെ തിരിച്ചറിയണം. പാപത്തെ ജയിച്ചവനെ തിരിച്ചറിയുവാനായി നാം ശ്രമം നടത്തിയ ആ അന്വേഷണം, ആ ശ്രമം ചെന്നെത്തി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് അഭിപ്രായമല്ല, യാഥാർത്ഥ്യത്തോട് ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിലാണ് പാപത്തിൽ നിന്ന് ജയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യനായി ജനിച്ച് ഈ ലോകത്തിൽ നന്മകൾ മാത്രം ചെയ്തു മുന്നോട്ട് യാത്രയുമ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ച അനവധി ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ യേശുവിനോടുകൂടെ യാത്ര ചെയ്തവരും യേശുവിനോടുകൂടെ യാത്ര ചെയ്തവരിൽ യാത്ര ചെയ്ത ഒരു കൂട്ടം ആളുകളിൽ തന്റെ എതിരാളികൾ, ആ എതിരാളികൾ യേശുവിനോട് കൂടെ നടന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ജീവിതത്തിലെ തെറ്റുകളെ കണ്ടെത്തണം. യേശുവിനോടുകൂടെ യാത്ര ചെയ്തവർ അത്ഭുതങ്ങൾ കാണുവാൻ യാത്ര ചെയ്തവരുണ്ട്. ജീവിതത്തിൽ ലക്ഷ്യം കൈവരിക്കുവാൻ യാത്ര ചെയ്തവരുണ്ട്. എന്നാൽ ഈ യാത്ര ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട് യേശുവിന്റെ ജീവിത തെറ്റുകളെ കണ്ടെത്തി അവിടെ വെച്ച് യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരുടെ മനസ്സിന്റെ ചിന്തകളെ തിരിച്ചറിഞ്ഞ് ഒരു ദിവസം അവരറിയാവുന്നവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് എന്നോട് ബോധിപ്പിക്കുവാൻ കഴിയും? നിങ്ങൾ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് എന്നോട് ഉണർത്തിക്കുവാൻ കഴിയും? ഈ ചോദ്യം യേശുക്രിസ്തു ചോദിച്ചപ്പോൾ തന്റെ എതിരാളികളെ കൂടെ നിൽപ്പുണ്ട്. ഈ നാളുകളായി യേശുവിനോട് കൂടെ നടന്ന ഓരോരുടെ ജീവിത ശൈലി അവർ മനസ്സിലാക്കി വെച്ചിട്ട് യേശുവിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും തെറ്റുണ്ടാക്കി അവർക്ക് അവിടെ പറയാമായിരുന്നു: യേശുവേ, നീ സമൂഹത്തിന്റെ നടുവിൽ ഈ വാദം ഈ പ്രഭാഷണം നടത്തുന്ന നീ, ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന നീ, പക്ഷേ വ്യക്തിപരമായി പലരും സംസാരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ കറകൾ ഉണ്ടായിരുന്നു, നിന്റെ വാക്കിൽ പാപത്തിന്റെ മയമുണ്ടായിരുന്നു, നിന്റെ നോട്ടത്തിൽ പാപത്തിന്റെ മയമുണ്ടായിരുന്നു. എത്രയെത്ര പ്രബുദ്ധരായ ആളുകളാണ് പാപത്തിന്റെ സ്വഭാവത്തിൽ ഇടപെട്ടത് മുഖേന അവരുടെ നാമം അവഹേളിക്കപ്പെടുവാനായി തീർന്നത്. നാട്ടിൽ മാന്യതയോടെ ജീവിച്ച ആളുകൾ, എല്ലാവരും ആദരിക്കപ്പെട്ടവർ, ഒരു നിമിഷം അവർ ഹീനമായ നിലവാരത്തിലേക്ക് അവരുടെ അപമാനമായ ഒരു മുഖം കാണുവാനിടയായി തീർന്നത് അവരുടെ ഉള്ളിൽ പാപമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ചോദിച്ച ചോദ്യത്തിന് ഇന്ന് ആർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ യേശുവിന്റെ അടുക്കൽ നീ പ്രഭാഷണം നടത്തിയ സമയത്ത് നല്ല പ്രഭാഷണം നടത്തി, എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുണ്ടായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ഇങ്ങനെയാ പറഞ്ഞത്: ജനിച്ചത് പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ഈ പാരിൽ സഞ്ചരിച്ചു. എന്തിനേറെ പറയേണ്ടു, യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാ പോലും അവസാനം പറഞ്ഞു: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് യൂദാസ് പറയുവാനിടയായിട്ട് തന്നെ പീഡിപ്പിച്ച, തന്നെ ശിക്ഷിച്ച പടയാളികളിൽ, റോമൻ പടയാളികളിൽ ഒരുവൻ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. നോക്കെ വിസ്തരിച്ചവർ പറഞ്ഞു, പീലാത്തോസ് കൈ ഒഴുകിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത്: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നോക്കെ, കുറ്റം ചെയ്യാത്തവനെ വിധിക്കാൻ അധികാരികൾക്ക് അനുവാദമില്ല. നമ്മുടെ നിയമത്തിന്റെ വ്യവസ്ഥയും അങ്ങനെയാണല്ലോ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ട ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പാപമല്ലാത്തവനായിരിക്കെ
പീലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ വേണ്ടുന്നത് ചെയ്യുക, ഞാൻ ഈ നീതിമാനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിസ്തരിച്ചവൻ പറഞ്ഞു, ഞാനിവനിൽ കുറ്റം കാണുന്നില്ല. തന്റെ കൂടെ നടന്ന അനവ ശിഷ്യൻ പറഞ്ഞു, ഞാനിവനിൽ കുറ്റം കാണുന്നില്ല. അങ്ങനെ എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അർത്ഥാൽ പാപത്തെ ജയിച്ചവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പോയവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ മുന്നിൽ നല്ലൊരു മകനായിട്ട് ജീവിക്കാൻ കഴിയാത്തവരായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നല്ല ഒരു പിതാവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കുവാൻ ഒരൊറ്റയൊരുവനെ കഴിയത്തുള്ളൂ, അതാണ് കർത്താവായ യേശുക്രിസ്തു. ഇത് ഞാൻ പഠിച്ച അറിവിൽ നിന്ന് പറയുകയല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞുവല്ലോ, 2 കണ്ണിനും കാഴ്ചയില്ലാത്തതായിരുന്നു എന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ആ ബാല്യകാലങ്ങളിൽ 80കളിൽ താൻ ഈ ചുഴനയിൽ താമസിച്ചതാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത എന്റെ പിതാവ് താൻ ഏറ്റവും ബാല്യമായിരിക്കുന്ന സമയത്ത് കൗമാരത്തിലേക്ക് വന്നപ്പോൾ തന്നോടുകൂടെ വളർന്നു വന്ന അയൽക്കാരൻ ഒരാൾ ചോദിച്ചു, നീ എങ്ങനെ, നിന്റെ മാതാപിതാക്കളുടെ കാലശേഷം നീ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ താൻ മൗനമായിരുന്നു. അതുവരെയും താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ ചോദ്യം തന്നെ വല്ലാതെ തളർത്തി. എങ്ങനെ ജീവിക്കും? അവസാനം താൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു, എന്റെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ എന്റെ പിതാവിന് പാടാനൊരു കഴിവുണ്ട്. താൻ ഇങ്ങനെ തീരുമാനിച്ചു, കൊട്ടാരക്കര, കരുനാപ്പള്ളി, ശാസ്താംകോട്ട, ചവറ, അടൂർ ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സുകളിൽ കയറും, എന്നിട്ട് പാട്ടുപാടും, പാട്ടുപാടി ഭിക്ഷയെടുത്ത് ജീവിക്കുമെന്ന് താൻ തീരുമാനിക്കാനിടയായിത്തു. ഇങ്ങനെ ജീവിതം വളരെ ഇരുളായി തീരും എന്ന് ചിന്തിച്ച്, ജീവിതത്തെ പോലും കയ്പായ അനുഭവത്തിലൂടെ ചിന്തിച്ച് മുന്നോട്ട് പോയ എന്റെ പിതാവിന്റെ 17ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീർന്നു, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ജീവിതം ഇരുള് എന്ന് ചിന്തിച്ച എന്റെ പിതാവിന്റെ ജീവിതത്തിൽ സത്യവെളിച്ചമാകുന്ന, നിത്യവെളിച്ചമാകുന്ന, സാക്ഷാൽ വെളിച്ചമാകുന്ന കർത്താവായ യേശുക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ഭിക്ഷയ്ക്ക് വേണ്ടി പാടാൻ ദൈവം അനുവദിച്ചില്ല. താനൊരു പാട്ടുകാരനായിരുന്നു, മരിക്കും വരെയും പാട്ടുപാടുമായിരുന്നു, പ്രഭാഷകനുമായിരുന്നു, പാട്ടുപാടുന്നയാളുമായിരുന്നു. പക്ഷേ ഭിക്ഷയ്ക്ക് വേണ്ടി പാടാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെയോ തന്നെ രക്ഷിച്ച യേശുവിന് വേണ്ടി പാടുവാൻ കർത്താവ് തന്നെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ജീവിത അനുഭവത്തിൽ വളർന്നു വന്നൊരു തലമുറയാണ് ഇന്ന് ഈ ചുഴനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ജീവിതം ഇരുട്ടിലായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തകർന്നു പോയിട്ട് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, നിന്റെ ജീവിതം അങ്ങനെ തകർന്നു പോകാനുള്ളതല്ല. നിന്റെ ജീവിതത്തിന് അർത്ഥം തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ യേശു നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ മതിയായ ദൈവമാണ്. ഇരുളടഞ്ഞ ജീവിതത്തെ മാറ്റി പ്രകാശപൂരിതമായ ജീവിതം തരുവാൻ കർത്താവായ യേശുക്രിസ്തു മതിയായ ദൈവമാണ്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സകല മാനവജാതിക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ഈ പാരിൽ ജനിപ്പാനിടയായി തീർന്നു. മനുഷ്യനായി ജനിച്ചവനാണോ നിനക്ക് യേശുവിനെ സ്വന്തമാക്കുവാൻ കഴിയും. എങ്ങനെ സ്വന്തമാക്കുവാൻ കഴിയും? യേശുവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ ആരുടെ അടുക്കൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണം? യേശു എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ചെലവുണ്ട്? ഇതൊക്കെ ചിലരും അന്വേഷിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലണ്ട, യേശു നീ ഇരിക്കുന്ന ഈ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന സർവ്വവ്യാപിയായ ദൈവമാണ്. അതെ, യേശു നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണോ? ഏത് സമയത്താണ് ഇറങ്ങി വരുന്നത്? മഴക്കാലത്താണോ, വേനൽക്കാലത്താണോ, തണുപ്പ് കാലത്താണോ, ഏത് സീസണിലാണ് യേശു ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത്? സീസണുമില്ല പ്രിയമുള്ളവരെ, സീസണുമില്ല. ഏത് സമയത്തിരുന്നു കൊണ്ടും കർത്താവായ യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് ഹൃദയം നൊന്തുകൊണ്ട്, ഹൃദയം തുറന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിതത്തിന്റെ നിയന്ത്രണം പിടിക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു മൺമറഞ്ഞു പോകേണ്ടുന്നവരല്ല. മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. മനുഷ്യന്റെ ഉള്ളിൽ മാത്രമുള്ള ഒരു സത്യമാണ് ആത്മാവെന്നുള്ളത്. അത് മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ആത്മാവെന്നുള്ളത്.
ആത്മാവുണ്ടോ? അതെ, ആത്മാവുണ്ട്. ആത്മാവുള്ളത് കൊണ്ടല്ലേ നമ്മൾ അമ്പലങ്ങൾ തേടുന്നത്, പള്ളികൾ തേടുന്നത്, തീർത്ഥാടനങ്ങൾ തേടുന്നത്. എന്തിനേറെ മദ്യപിച്ച് മതോമത്തനായി പോകുന്ന മനുഷ്യൻ പോലും, ഈ വാളക്കുഴിയിലുള്ള ഒരു കുടിയനാണെങ്കിൽ പോലും ആടി അങ്ങോട്ട് പോകുമ്പോൾ, ഇവിടെ ഈ കാണുന്ന കുരിശും തൊട്ടി കാണുമ്പോൾ അറിയാതെ തന്റെ മുണ്ടിന്റെ മടക്കിക്കുത്തഴിച്ചിട്ടിട്ട് അതിന്റെ മുന്നിൽ വന്നു നിന്ന് കുരിശു വരയ്ക്കുന്നത്, അത് കുരിശും തൊട്ടി ആയിക്കൊള്ളട്ടെ, അമ്പലത്തിന്റെയോ പള്ളിയുടെയോ അതുപോലെ തന്നെയുള്ള മോസ്കിന്റെ ഏതെങ്കിലും പ്രതിച്ഛായ ആയിക്കൊള്ളട്ടെ, ആലയത്തിന്റെ ഒരു പ്രതിച്ഛായയാകുമ്പോൾ മനുഷ്യൻ അവിടെ വണങ്ങുന്നതിന്റെ കാരണം എന്താണ്? അവന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് അവൻ തന്നെ പറയാതെ പറയുകയാണ്. എന്തുകൊണ്ട്? ഇതിലെ രാവിലെ തീറ്റുവാനായി വയലിലേക്ക് കൊണ്ടുപോയ പോത്ത് മടങ്ങി വരുമ്പോൾ ഇതുപോലെയുള്ള പ്രഭാഷണം കാണുമ്പോൾ ഞങ്ങളെ കണ്ടൊന്ന് വണങ്ങുന്നില്ല. എന്തേ കുരിശും തൊട്ടിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും ഈ പോത്ത് അതിലേക്കൊന്നും നോക്കുപോലും ചെയ്യാതെ പോകുന്നില്ല. അതിന്റെ ഉള്ളിൽ ആത്മാവില്ല. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ മാത്രമാണ് ആത്മാവുള്ളത്. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇടയായി തീരുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവിന് നിത്യസായുജ്യം, നിത്യശാന്തി കണ്ടെത്താൻ മനുഷ്യന് ദൈവം അവകാശം നൽകിയിട്ടുണ്ട്. നശിച്ചു പോകാത്തതാണ് ആത്മാവ് എന്നുള്ളത്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഈ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതെ, നശിച്ചു പോകുന്നില്ല. എന്തുകൊണ്ട് നശിച്ചു പോകുന്നില്ലെന്ന് പറയാൻ കഴിയും? ഞാൻ പറയട്ടെ. ഇവിടെ വാളക്കുഴിയിൽ സന്ധ്യാസമയത്ത് ഇവിടെ കടന്നു വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ളവർ, നാട്ടിലെ വിശേഷങ്ങൾ അറിയുവാനായിട്ട് കവലയിലേക്ക് ഇറങ്ങുന്ന ഒരു ശീലമുണ്ട്. ഈ കവലയിലേക്ക് ഇറങ്ങുന്ന ഈ ആളുകളിൽ ഒരാള് കയ്യിലൊരു വടിയും ടോർച്ചുമായി കൊണ്ട് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എന്തിനാണ്? ടോർച്ച് രാത്രിയിലെ ഇരുട്ട് മാറ്റാനാണ്. പക്ഷെ ഈ വടി എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഈ പോകുന്ന വഴിയിൽ ഒരു പട്ടിയെ വീട്ടിൽ വളർത്തുന്നുണ്ട്, അതിനെ സന്ധി കഴിയുമ്പോൾ അവർ അഴിച്ചുവിടും, അതിനെ അഴിച്ചുവിട്ടാൽ അത് കടിക്കുന്ന പട്ടിയാണ്, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വടി കൊണ്ടുവരുന്നത് എന്നാ മനുഷ്യൻ പറയും. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും വൈകിട്ട് കവലയിൽ വരുമ്പോൾ കയ്യിൽ ടോർച്ച് മാത്രമല്ല ഒരു വടിയും കൂടെ കരുതിയേക്കും. എന്നാൽ ഒരു ദിവസം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വടിയില്ല, ടോർച്ച് മാത്രമേ ഉള്ളൂ. അപ്പോഴെന്നും കാണുന്ന സഹോദരങ്ങൾ പറയും, ചേട്ടന്മാര് പറയും, അയ്യോ ഇന്ന് വടിയെടുക്കാൻ മറന്നുപോയോ? ആ പട്ടി അവർ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ പൊക്കോ, അവര് പട്ടി അഴിച്ചുവിടുന്നതിന് വേണ്ടി വീട്ടിൽ പൊക്കോ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പേടിക്കണ്ട, ഇന്ന് അതിലേ പോയ ഒരു ടിപ്പർ ഇങ്ങനെ പാഞ്ഞു പോയപ്പോൾ അതിന്റെ അടിയിൽപ്പെട്ട പട്ടി ചത്തുപോയി, അതുകൊണ്ട് പേടിക്കണ്ട, ഇച്ചിരി സന്ധ്യ ആയാലും പേടിക്കാതെ വീട്ടിൽ പോകാം എന്ന് ആ മനുഷ്യൻ പറയാനിടയായി തീരും. നോക്കേ, അപ്പോൾ പട്ടി ചത്തു കഴിഞ്ഞപ്പോൾ പേടിക്കാതെ അപ്പോൾ രാത്രി ആയാലും പോകാൻ മനുഷ്യൻ ധൈര്യം കാണിക്കുന്നു. എന്നാൽ ഇതേ മനുഷ്യൻ തന്നെ ഈ കവലയിലേക്ക് വരുമ്പോൾ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ശല്യമില്ലാത്ത ഒരു മനുഷ്യൻ ആ റോഡ് സൈഡിലെ ഒരു മാവിൻ കൊമ്പിൽ അദ്ദേഹം അങ്ങ് തൂങ്ങി മരിച്ചു. ഉദാഹരണമാണ്, അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നിരിക്കട്ടെ. ഏതിരട്ടച്ചങ്കനായ മനുഷ്യനാണെങ്കിൽ പോലും സന്ധ്യയ്ക്ക് മുമ്പേ ആളുകൾ കൂടണയുന്നതിന് മുമ്പേ വീട്ടിൽ കയറാൻ ശ്രമിക്കും. എന്താണ്? ഒരു മനുഷ്യൻ തൂങ്ങി മരിച്ചു, രാത്രിയിൽ അതിലേക്കൂടെ പോകാൻ അല്പം ഒരു ഭയം. കടിക്കുന്ന പട്ടി ചത്തു കഴിഞ്ഞപ്പോൾ രാത്രി ആയാലും പോകാൻ ഭയമില്ല. ആ പട്ടിയെയും ആ മരത്തിന്റെ ആ സൈഡിലാണ് കുഴിച്ചിട്ടത്. ആ പട്ടിയെ കുഴിച്ചിട്ട ആ സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്ന മരക്കൊമ്പിലാണ് ആർക്കും ശല്യമില്ലാത്ത ഈ മനുഷ്യൻ തൂങ്ങി മരിച്ചതും. ആ മനുഷ്യൻ തൂങ്ങി മരിച്ചില്ലേ? എന്താ പട്ടി ചത്തുപോയപ്പോൾ കാണിച്ച ആ ധൈര്യം ഒരു മനുഷ്യൻ തൂങ്ങി മരിച്ചപ്പോൾ കാണിക്കാത്തത്? അപ്പോൾ അറിയാതെ നമ്മൾ സമ്മതിക്കുന്നു, മനുഷ്യൻ മരിച്ചാലും അവന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് നശിച്ചു പോകുന്നില്ല, ആത്മാവിങ്ങനെ നിലനിൽക്കുന്നു എന്ന് മനുഷ്യൻ പറയാതെ സമ്മതിക്കുകയാണ്. അത് ശരിയാണ് പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിന് നാശമുണ്ടാകുന്നില്ല. പക്ഷെ മനുഷ്യന്റെ ആത്മാവ് സഞ്ചരിച്ച് നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് നശിച്ചു പോകുന്നില്ല. ഈ ആത്മാവിനൊരു നിത്യത നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇവിടെ നാടിന് കൊള്ളാവുന്ന ഒരു മകനായി ജീവിക്കാൻ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ആത്മാവിന് നിത്യത കണ്ടെത്തുവാനുമുള്ള അവസരമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എങ്ങനെ മനുഷ്യന്റെ ആത്മാവിന് നിത്യത കണ്ടെത്തുവാൻ കഴിയും? മനുഷ്യന്റെ ആത്മാവിന് നിത്യത കണ്ടെത്തുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മരണത്തെ ജയിച്ചവനെ തിരിച്ചറിയണം. ആരാണ് മരണത്തെ ജയിച്ചത്? മരണത്തെ ജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യവും മറുപടിയായി ചെന്നെത്തി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. യേശുക്രിസ്തു ഒരിക്കലായി തന്നെ അനുധാവനം ചെയ്യുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ ലോകത്തോടായി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം വെളുപ്പിൻ 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയാമെന്ന് പറഞ്ഞു. ഞാനാകുന്ന ഈ മന്ദിരത്തെ പൊളിപ്പിൻ 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ റോമൻ പടയാളികളും യഹൂദന്മാരോട് ചേർന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പിടിച്ച് പീലാത്തോസിന്റെ കൽത്തളം മുതൽ
ഗോൽഗോഥ വരെ വളരെ പീഡയിലൂടെ നടത്തി ഏറ്റവും ഹീനമായ ക്രൂശുമരണം അവിടത്തേക്ക് നൽകുവാനിടയായി. ക്രൂശിൽ മരിച്ചവനായ കർത്താവിന്റെ ശരീരത്തെ അരിമത്യക്കാരനായ യോസഫ് എന്നറിയപ്പെടുന്ന സമ്പന്നന്റെ കല്ലറയിൽ അടക്കം ചെയ്യുവാനിടയായി. എന്നിട്ട് മറ്റാർക്കും ചെയ്യാത്തൊരു പ്രത്യേകതയും അവിടെ ചെയ്തു. റോമൻ പടയാളികളെ അവിടെ കാവൽ നിർത്തി. റോമൻ പടയാളികളെ കാവൽ നിർത്തിയിട്ടും യേശുക്രിസ്തുവിനെ മരിച്ച് അവന് അടക്കം ചെയ്തു. എന്നാൽ മൂന്നാമത്തെ ദിവസം ഒരു സംഭവം നടന്നു. മൂന്നാമത്തെ ദിവസം ആ കല്ലറ തുറക്കുവാനിടയായി തീർന്നു. ആ കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒത്തിരി മഹാരഥന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളുമെല്ലാം നമുക്ക് ആവേശമാണ്. എന്നാൽ ഇന്നും അവരവരുടെ കല്ലറകളെ നമുക്ക് അവിടെവിടങ്ങളിൽ കാണുവാനിടയായി തീരും. ഇന്നയാൾ ഇവിടെ വിശ്രമിക്കുന്നു, ഇന്നയാൾ ഇവിടെ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ കല്ലറകളെ നമുക്ക് കാണാൻ കഴിയും. അവരെ ആദരിക്കുന്നവരൊക്കെ അവിടെ പോയി ഓർമ്മകൾ അയവിറക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ പാലസ്തീന്റെ വിരിമാറിലേക്കൊന്ന് യാത്ര ചെയ്യണം. അവിടെ ചെന്നാൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറയ്ക്കുടെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തു ജീവനോടെ ശരീരത്തിലിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ മന്ദിരം വെളുപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയുമെന്ന് പറഞ്ഞു. 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ കർത്താവ് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പണിത് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മരണാനന്തരം ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ജീവിതം തരുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇനി നോക്കെ, താൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കാനിടയായി തീർന്നു. എത്ര പേരെ ഉയർപ്പിച്ചു? അതെല്ലാം ഇതിന് ശേഷം ഒരു പുനരുത്ഥാനം, ഒരു ഉയർപ്പ് ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് നൽകുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ സമാധാനം തരുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. സമാധാനം തരിക മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവിന് നിത്യരക്ഷ കണ്ടെത്തി നിത്യജീവൻ തരുവാനും കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങളുടെ ശരീരത്തെ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തെ പാപലോകത്തിൽ ജീവിച്ച്, പാപോന്മുഖമായി ജീവിച്ച് തകർത്ത് കളയുവാനായി ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെയോ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം തകർത്ത് കളയാതെ, നമ്മുടെ ജീവിതത്തെ ഹോമിച്ചു കളയാതെ, നമ്മുടെ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക്കുക. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരിക്കാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം യേശുക്രിസ്തു, നമ്മൾ പണിതെടുത്തിരിക്കുന്ന ദൈവിക ആലയത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നവരാണല്ലേ. അവിടെ വരുമ്പോൾ നമ്മൾക്ക് മതവികാരങ്ങൾ ഉണരുവാനിടയായി തീരും. ഈ കുരിശും തൊട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതല്ല, നീ വേറെ ഏതെങ്കിലും ആലയത്തിന്റെ ആ പ്രതിച്ഛായക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ ഇവിടെ സംഘടിക്കാൻ ആളുകളുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ആലയങ്ങളിൽ വസിക്കാനല്ല. ദൈവം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലാണ് വസിക്കുന്നത്. അർത്ഥാൽ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ കൊടിയുടെയോ നിറത്തിന്റെയോ നീ ചിന്തിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിന്റെയോ പേരിൽ നീ ഒരുവനെ കുത്തിമലർത്തിയാൽ ഒരു മനുഷ്യനെയല്ല നീ ഭൂമിയിൽ നിന്ന് നിഷ്കരണം തകർത്ത് കളയുന്നത്, പിന്നെയോ ദൈവത്തിന്റെ ഒരു ആലയത്തെയാണ് നശിപ്പിച്ചു കളയുന്നത്. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. അതുകൊണ്ട് കൊലപാതകം ഒരു പാപമാണ്. ആ മനുഷ്യന് പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനവും കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ആലയത്തെയാണ് നാം തകർത്ത് കളയുന്നത്. അതുകൊണ്ട് ഈ ആലയം നമ്മൾ തകർത്ത് കളയരുത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ തകർത്ത് കളയുന്നത്? മദ്യം ഉപയോഗിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച്, പാപപ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ ദൈവത്തിന്റെ ആലയമാകുന്ന നാം ആകുന്ന ശരീരത്തെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ തകർക്കാനുള്ളതല്ല, ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യൗവനക്കാര, നിന്നുടെ യൗവനം നാശത്തിലാകരുതേ. യൗവനക്കാര, നിന്നുടെ യൗവനം നാശത്തിലാകരുതേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. യൗവനക്കാര, നിന്നു
എനിക്കെല്ലാം കഴിയും. ഇവിടെ പോലീസ് എന്റെ പിടിയിലാണ്, എല്ലാവരും എന്റെ കയ്യിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ധനവാൻ പോലും ഒരു നിമിഷത്തേക്ക് ജയിലിലാകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് മറുഭാഗമാണ്. പക്ഷേ ധനത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു വയറുവേദന വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് താൻ ചെക്കപ്പിനായി കടന്നു ചെന്നു. അവിടേക്ക് കടന്നു ചെന്നപ്പോഴാണ് തീരാ രോഗമാണ് തന്നെ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി താൻ ഒരു പണത്തിന്റെ ഒരു കൂമ്പാരം തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാറിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എന്റെ ജീവിതം മടക്കി തരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ 6 മാസത്തിലധികം ജീവിക്കാൻ കഴിഞ്ഞില്ല. താൻ ചരതിച്ചു വെച്ച സമ്പാദ്യത്തിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അല്ലയോ ധനവാനെ പുഴുവാരി ചീടും നിന്ദാനം രക്ഷിക്കുമോ? അല്ലലൊഴിഞ്ഞൊരു മണിയാറ തന്നിൽ കൂട്ടുക നിന്ദാനത്തെ. അല്ലലൊഴിഞ്ഞൊരു മണിയാറ തന്നിൽ കൂട്ടുക നിന്ദാനത്തെ. യൗവനക്കാര നിന്നുടെ യൗവനം നശത്തിലാകരുതേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് കഴിവുള്ളപ്പോൾ നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് കാര്യം അറിയാമെന്നാണ് പല യൗവനക്കാരും പറയുന്നത്. അരോഗ ദൃഢഗാത്രന്മാരായ ആളുകൾ നടന്നു പോകുമ്പോൾ ഉപദേശിക്കാൻ പോലും ആളുകൾക്ക് ഭയമാണ്. കാരണം അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ആ മസിൽ പവറും മാൻ പവറും കൊണ്ട് താൻ ലോകത്തെ കീഴടക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ചെറിയ അണു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും മരണത്തിന് താൻ കീഴ്പ്പെട്ടേ മതിയാകത്തുള്ളൂ. ആര് എത്ര ധനികനാണെങ്കിലും എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും എപ്പോഴാണ് മരണം വന്ന് അവനെ പിടിക്കുന്നതെന്നറിയത്തില്ല. ആർക്കും ഗ്യാരണ്ടി പറയാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമ്മുടെ യൗവനത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്, നമ്മുടെ ധനസമൃദ്ധിയിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ യൗവനം സൃഷ്ടാവിന് വേണ്ടി ഏൽപ്പിക്കുക. അല്ലയോ ധനവാനെ പുഴുവാരി ചീടും നിന്ദാനം രക്ഷിക്കുമോ? അല്ലലൊഴിഞ്ഞൊരു മണിയാറ തന്നിൽ കൂട്ടുക നിന്ദാനത്തെ. അല്ലലൊഴിഞ്ഞൊരു മണിയാറ തന്നിൽ കൂട്ടുക നിന്ദാനത്തെ. നിന്നെ കെട്ടിയിടുന്ന ഓമന മുടികൾ വെണ്മയായി തീർന്നിടുമേ. നിന്നെ കെട്ടിയിടുന്ന ഓമന മുടികൾ വെണ്മയായി തീർന്നിടുമേ. നിന്നുടെ മുഖം കുഴിഞ്ഞഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. നിന്നുടെ മുഖം കുഴിഞ്ഞഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാരാ നിന്നുടെ യൗവനം നാശത്തിലാകരുതേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. എന്റെ മാന്യ ശ്രോതാവേ, നമുക്ക് വേണ്ടി 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓർമ്മയായി കൊണ്ടുവരികയാണ്. പ്രായമധികം ചെയ്ത് നരച്ചുപോയ ഒരു മനുഷ്യനല്ല നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത്. അരോഗ ദൃഢഗാത്രനായ കർത്താവായ യേശു ക്രിസ്തു, സൗന്ദര്യപൂർണനായ കർത്താവായ യേശു ക്രിസ്തു എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കുവാൻ കഴിവുള്ള ആ യൗവന രക്തം പാപിയായ നമുക്ക് വേണ്ടി ചൊരിയുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ യൗവനം സമർപ്പിക്കാൻ തയ്യാറാണോ? നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം ആവോളം ആസ്വദിച്ചിട്ട് ഇനിയിപ്പം ദൈവവും പള്ളിയും
ആത്മീയതയും മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞ കിളവന്മാര്, ഞാന് ബഹുമാനമില്ലാതെ പറയുകയല്ലേ കേട്ടോ, ഞാനിവരെ ആദരിച്ചുകൊണ്ട് പറയുകയാണ്. പ്രായം കഴിഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രഭാഷണമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ മായയിലും യാത്ര ചെയ്യുവാൻ കഴിയുന്ന ആ പ്രായമാണ്. അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള പ്രഭാഷണം നടത്തുന്നത്. ഞാൻ ഇതുപോലെയുള്ള പ്രഭാഷണം ഒരിക്കൽ സുൽത്താൻ ബത്തേരിയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രസംഗങ്ങളൊക്കെ കൊള്ളാൻ കേട്ടോ, ഈ തനി യൗവനം നിങ്ങൾ ഇതുപോലെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നല്ലോ, അതുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള നിങ്ങളുടെ പ്രഭാഷണങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെറിയ ചിരിയോടുകൂടെ എന്റെ ചെവിയുടെ അടുക്കലേക്ക് കടന്നു വന്ന് വളരെ രസകരമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ ലഹരിക്കൊക്കെ എതിരെ പ്രസംഗം നടത്തിയിട്ടേ വൈകുന്നേരം ഈ ദേഹത്തിന്റെ വേദനയൊന്നും അറിയാതെ വരുന്ന നല്ല ഉറക്കം കിട്ടണമെങ്കിൽ അല്പമെങ്കിലും സേവിക്കാറില്ലേ എന്ന് ആ മനുഷ്യൻ ഒരു ചോദ്യം അറിയാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നെ വളരെ അത് ചിന്തിപ്പിക്കാനിടയായി തീർന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും നിങ്ങൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, പ്രസംഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ലഹരിക്കെതിരെ തെരുവ് നാടകങ്ങൾ നടത്തേണ്ടതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കഥകൾ എഴുതുന്ന ഒരു കഥാകൃത്താണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നത്. എന്റെ ജോലിയും നിങ്ങളുടെ ജോലിയും ഒന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങൾ അതെല്ലാം വിട്ടിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിശയത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന തെരുവ് നാടകങ്ങൾ എഴുതാൻ എന്റെ സിരകളിൽ കഥ വരണമെങ്കിൽ അല്പം മദ്യം അകത്തുക ചെല്ലുകയും പുകയുന്നൊരു സീർട്ട് എന്റെ ഇടത് കയ്യിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് എഴുതാൻ കഥ വരുത്തുള്ളൂ. നോക്കെ നാടിനെ നന്നാക്കാൻ നടക്കുന്ന ആ മനുഷ്യനും തനിക്ക് തന്നെ നേരെയാകാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. യേശുവിലേക്ക് കടന്നു വാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കാം. നമ്മുടെ ജീവിതം ഈ നാടിന് വേണ്ടി സമർപ്പിക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. പാപം ചെയ്ത് പാപത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ തകർന്നു പോകാതെ യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഗാനത്തിന്റെ ചില വരികളൂടെ പാടി ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സത്യവചനം നിങ്ങൾ കേട്ടു. ആ യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നെ യേശു കൈക്കൊള്ളുമോ? എന്നെ യേശു സ്വീകരിക്കുമോ? ഇത്രയും പാപം ചെയ്ത എന്നെ യേശു സ്വീകരിക്കുമോ? ഏത് പാപിയെയും അവിടുന്ന് സ്വീകരിക്കാൻ ദൈവം മതിയായ ദൈവമാണ്. ഏത് കൊടും പാപിയെയും അവിടുന്ന് സ്വീകരിക്കും. ഇവനൊന്നും മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നൊന്ത് പ്രസവിച്ച ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ അവരിന്ന് നാടിന് കൊള്ളാവുന്നവരായിട്ട് അവർ തീർന്നിട്ടുണ്ട്. അവരെ നാടിന് കൊള്ളാവുന്നവരാക്കി തീർത്തത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ്. അദ്ദേഹം +2 കഴിഞ്ഞതേ ഉള്ളൂ. പിതാവിനാൽ മദ്യത്തിന്റെ ലഹരി, മദ്യത്തിന്റെ രുചി അറിഞ്ഞ ഒരു തിക്താനുഭവമാണ് ആ മകനുള്ളത്. അവൻ മദ്യത്തിനടിമയായി +2 പോലും പാസ്സാക്കാൻ കഴിയാതെ ഒരു മുക്കുടിയനായി മാറി. പിതാവ് ദിവസവും മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് മകനെയും കൂടെ കുടിപ്പിക്കുക. ഭാര്യയും ഇളയ മകനും തന്നെ വിട്ടുപോയി. തകർന്നു പോയ ഒരു കുടുംബത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ സുവിശേഷവുമായിട്ട് ഞാൻ കടന്നു ചെന്നു. ഞങ്ങൾ യേശുവിനെ കുറിച്ച് അവിടെ പറയാനിടയായി തീർന്നു. ആ വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവനോട് പറഞ്ഞപ്പോൾ അവൻ പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവൻ വീണ്ടും മദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ പിതാവിനാൽ മദ്യം കഴിച്ചു തുടങ്ങിയ ആ മകനോട് ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ആ പയ്യൻ ആ ലഹരിയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ഞങ്ങളോടുകൂടെ പ്രഭാഷണത്തിൽ ഞങ്ങളോടുകൂടെ യാത്രയിലായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് പാപിയെയും സ്നേഹിക്കാൻ ദൈവം മതിയായ ദൈവമാണ്. ഒറ്റ കാര്യം തീരുമാനിക്കുക, യേശുവേ അങ്ങ് എന്നോടൊപ്പം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അങ്ങേ ഞാൻ സ്വീകരിക്കും. യേശുവിന്റെ മകനായി ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഗാനത്തിന്റെ വരികൾ നിങ്ങളുടെ സമർപ്പണമായി നിങ്ങൾ ഏറ്റുപാടുന്നുവെങ്കിൽ ഈ സന്ധ്യാസമയം സ്വർഗം സന്തോഷിക്കുന്ന സന്ധ്യയായി മാറുകയാണ്. ഇന്നു നീ ഒരിക്കൽ കൂടി I am
സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഒരു കൂട്ടം യൗവനക്കാർ ജീവിത അനുഭവത്തിൽ നിന്ന് പാടുകയും പ്രസംഗിക്കുകയും ചെയ്തത് ഒരുപക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥം തരുവാൻ വേണ്ടിയായിരിക്കാം. ഈ സന്ധ്യയെങ്കിലും പ്രഭാഷണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം. അതുകൊണ്ട് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാതെ ഇതിനകത്തെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന് പരിഹാരം തരുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ഞങ്ങളെ ക്ഷമയോടെ കേൾക്കുകയും സുവിശേഷ പ്രഭാഷണത്തിന് സ്തോത്രം അർഹമായ മാന്യത നൽകുകയും ചെയ്ത എന്റെ ദേശക്കാരോടുള്ള നന്ദിയെ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. നിശ്ചയമായും ഇവിടെയുള്ള അനേക സഭകൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്തോത്രം നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾക്ക് സമീപിക്കാം. ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഏതു സമയത്തും അറിയിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിശ്ചയമായും ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ ഗോസ്പൽ ടീമിനെ ഓർത്ത്, ഇതിന്റെ ഭാഗവാക്കുകളായ ദൈവദാസന്മാരെ ഓർത്ത്, അവർ കേരളത്തിൽ ഇന്നോളം ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന സേവനം അനേകയിടത്ത് അനേക യൗവനക്കാർക്ക്, അനേക മനുഷ്യർക്ക് ദൈവോന്മുഖമായി ജീവിക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട സുവിശേഷത്തോട് പ്രതിബദ്ധതയുള്ളവരായി തങ്ങളെ തന്നെ സമർപ്പിച്ച ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സായാഹ്നത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.